നൂറ്റാണ്ടിന്റെ ചരിത്രത്തിനിടയിൽ അമേരിക്ക കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അമേരിക്കയിലെ ആകാശ കൂട്ടിയിടിക്ക് കാരണം ബ്ലാക്ക് ഹോക്ക് സൈനിക ഹെലികോപ്റ്ററാണ്. ചോപ്പർ ഉയർന്നു പറന്നതാണോ അപകടത്തിന് വഴിവെച്ചതെന്ന ചോദ്യം ശക്തമാണ്. വെറുതെയല്ല ഈ ഒരു സംശയം ഉയരുന്നത്. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അനുമാനമാണിത്. വിമാനത്തിന്റെയും ഹെലികോപ്റ്ററിന്റെയും ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് റഡാർ 24ന്റെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലെ വിദഗ്ധർ ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പോട്ടോമാക് നദിക്ക് മുകളിലൂടെ സൈനിക ഹെലികോപ്റ്ററിന് പറക്കാൻ അനുവദനീയമായ ഉയരം 200 അടിയാണ്. എന്നാൽ ഫ്ലൈറ്റ് റഡാർ 24 ഡേറ്റ പ്രകാരം അപകടം നടക്കുമ്പോൾ ഹെലികോപ്റ്റർ പറന്നിരുന്നത് 400 അടി ഉയരത്തിലാണ്. ഇരട്ടിയോളം ഉയരത്തിൽ ഹെലികോപ്റ്റർ പറക്കാൻ എന്താണ് കാരണം? പരിചയസമ്പന്നരായ സൈനികരാണ് ചോപ്പർ പറപ്പിച്ചിരുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഉയരം സംബന്ധിച്ച് കൃത്യമായ അറിവുള്ള ഇവർ എന്തിന് ഇരട്ടി ഉയരത്തിൽ ഹെലികോപ്റ്റർ പറത്തി? റീഗൻസ് നാഷണൽ എയർപോർട്ടിന് സമീപത്താണ് അപകടം നടന്നത്. അപകട കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. യാത്രക്കാരുടെ എണ്ണം കൂടിയതിനനുസരിച്ച് വിമാനത്താവളത്തിന്റെ വികസനം ഉണ്ടായില്ലെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. കാറ്റിന്റെ ദിശ സംബന്ധിച്ച അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. അതിശൈത്യമാണ് കാലാവസ്ഥ. കാഴ്ചക്കുറവുണ്ടായെന്ന അനുമാനങ്ങളും മറ്റൊരു ഭാഗത്തുണ്ട്. എന്നാൽ കാഴ്ച വ്യക്തമായിരുന്നെന്ന് പൈലറ്റ് മറുപടി നൽകിയെന്നാണ് ട്രാഫിക് കൺട്രോളറുമായുള്ള അവസാന ആശയവിനിമയത്തിലുള്ളത്. വാഷിംഗ്ടണിനടുത്ത് യാത്രാ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആരും ജീവനോടെ ഇല്ലെന്ന് സ്ഥിരീകരണം. അമേരിക്കൻ എയർലൈൻസിന്റെ CRJ-700 എന്ന യാത്രാ വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും അമേരിക്കൻ സൈന്യത്തിന്റെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 സൈനികരും മരിച്ചു. മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. പോട്ടോമാക് നദിയിൽ പരിശോധന തുടരുകയാണ്. നദിയുടെ പ്രതലത്തിൽ 6 ഇഞ്ചോളം കനത്തിൽ ഐസാണ്. അതിശൈത്യം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരിക്കുന്നു. അതിനിടെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡെമോക്രാറ്റ് ഭരണാധികാരികൾക്കാണ് വിമർശനം. ബാരക് ഒബാമയുടെയും ജോ ബൈഡന്റെയും ഭരണകാലത്ത് നടപ്പിലാക്കിയ വൈവിധ്യ നയങ്ങളും വ്യോമസുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതുമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ട്രംപിന്റെ നിരീക്ഷണം അഥവാ ആരോപണം. എയർ ട്രാഫിക് കൺട്രോളർ തസ്തികകളിലേക്ക് വൈകല്യവും മാനസിക പ്രശ്നങ്ങളുമുള്ള യോഗ്യതയില്ലാത്ത വ്യക്തികളെയാണ് ഇരുവരുടെയും ഭരണകൂടം നിയമിച്ചതെന്ന് ട്രംപ് തുറന്നടിച്ചു. പരാമർശം വിവാദമായതോടെ ടാലന്റ് മാത്രമാണ് മാനദണ്ഡമെന്ന് യു-ടേണും അടിച്ചു സാക്ഷാൽ ട്രംപ്. എന്തായാലും അപകടം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് 30 ദിവസത്തിനകം തയ്യാറാകും. അമേരിക്ക അത് പുറത്തുവിടുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം.